Good morning children. ഇന്ന് നമ്മൾ ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കോൺസെപ്റ്റ് ഓഫ് കറണ്ട് എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, യൂണിറ്റ് എക്സെട്ര. പിന്നെ ഓംസ് ലോ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റിവിറ്റി, ഓംസ് ലോ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ദീസ് ആർ ദ മെയിൻ ടോപ്പിക്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. So first let us understand what is electric current. എന്താ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് എങ്ങനെ പറയാം? ഇൻ സിമ്പിൾ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ് ഓർ ഫ്ലോ ഓഫ് ചാർജ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നത്. അതുപോലെ വാട്ടർ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് വാട്ടർ കറണ്ട് ഉണ്ടാവും, എയർ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് എയർ കറണ്ട് ഉണ്ടാവും. നമുക്ക് അങ്ങനെ പറയാം അല്ലേ? സോ ഹൗ ക്യാൻ യു ഡിഫൈൻ ഇലക്ട്രിക് കറണ്ട് or how can you measure the strength of the electric current? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസ്, അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നത്. ഇതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിൻ്റെ സ്ട്രെങ്ത്, ആ കറണ്ട് ഫ്ലോയിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 4 മണിക്ക് സ്കൂൾ വിടണം, ഓക്കെ, 4:30 വേൾഡ് കപ്പ് ഫൈനലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുക? വിട്ട വശം ഓടുമല്ലേ സ്കൂളിൽ വീട്ടിലേക്ക് എത്താനായിട്ട്, ടി വി കാണാൻ. അപ്പോൾ ആ ഒരു ഫ്ലോ കൂടുതലാണ്, കുട്ടികളുടെ ആ ഒരു ഫ്ലോ കൂടുതലാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര കുട്ടികൾ ആ ഗേറ്റ് ക്രോസ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ കൂടുതലാണ് കുട്ടികൾ, പെട്ടെന്ന് കുട്ടികൾ പോകും വീട്ടിലേക്ക്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര കുട്ടികൾ ഗേറ്റ് ക്രോസ് ചെയ്ത് പോകുന്നു എന്ന് ഇമാജിൻ ചെയ്യുക, മേ ബി 10 or 15. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ, നിങ്ങളുടെ ലാസ്റ്റ് എക്സാം, ഫൈനൽ എക്സാമിൻ്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുമോ? ഇല്ല, കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് വളരെ പതുക്കെ പോവുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ ഒരു സെക്കൻഡിൽ സ്കൂൾ ഗേറ്റ് ക്രോസ് ചെയ്ത് എത്ര കുട്ടികൾ പോകും? മേ ബി 2 or 3. ഫസ്റ്റ് സിറ്റുവേഷനിൽ റേറ്റ് ഓഫ് ഫ്ലോ കൂടുതലാണ്, സെക്കൻഡ് സിറ്റുവേഷനിൽ റേറ്റ് ഓഫ് ഫ്ലോ കുറവാണ്. റേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ക്രോസ് ചെയ്യുന്നു, എത്ര കുട്ടികൾ ക്രോസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കിയത്. അതുപോലെ കറണ്ടിൻ്റെ സ്ട്രെങ്ത്, കറണ്ട് ഫ്ലോയിൻ്റെ സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്നറിയാം. ഇതൊരു കോപ്പർ വയറാണെന്ന് കരുതുക. ഓക്കെ, കോപ്പർ വയർ. ഈ കോപ്പർ വയറിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ കണക്കാക്കുക, നിങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റ് പോലെ. ഇതിൽ കൂടെ എത്ര എമൗണ്ട് ചാർജ് ഒരു സെക്കൻഡിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ക്രോസ് ചെയ്യും, അങ്ങനെയാണ് നമ്മൾ കറണ്ടിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. സോ ഇറ്റ് ഈസ് ഇലക്ട്രിക് കറണ്ട് ഓർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട്. ഹൗ ക്യാൻ യു ഡിഫൈൻ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ക്രോസിങ് എ പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഇൻ 1 second. ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്രോസ് പോകുന്ന ചാർജുകളുടെ അളവ്, അതിനെയാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയാം. ഇതിന് നമ്മൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയാം. Rate of flow of charge. Electric current can be considered as the rate of flow of charge. ഇതിന് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? ഈ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെ മാത്തമാറ്റിക്കലി വി ക്യാൻ റൈറ്റ് I is equal to Q divided by T. What is this Q? Q is the amount of charge flowing through this particular area of cross section within a time T. T സെക്കൻഡ് കൊണ്ട് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്രോസ് ചെയ്ത് പോകുന്ന ചാർജാണ് Q. അപ്പോൾ I is equal to Q by T. ഇത് നമുക്ക് ആവറേജ് കറണ്ട് എന്ന് പറയാം. I is equal to Q by T. This is the mathematical formula for calculating electric current. ഇത് മാത്തമാറ്റിക്കൽ ഫോർമുല. നമുക്കൊരു സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാബിൽ എന്താ യൂസ് ചെയ്യുക? അമ്മീറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട് ഈസ് അമ്മീറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് ദ മാത്തമാറ്റിക്കൽ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഇലക്ട്രിക് കറണ്ട്. I is equal to Q by T. So how can you define electric current? It is the rate of flow of electric charge. Mathematically we can write I is equal to Q by T. ഇനി ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന് യൂണിറ്റ് എന്താണ്? ആംപിയർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ A. ആംപിയർ.
represented by the letter A. നെക്സ്റ്റ് ഇത് ഒരു സ്കേലാർ ആണോ വെക്റ്റർ ആണോ? കറൻറ്റിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്, പക്ഷെ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. റീസൺ എന്താ? ബിക്കോസ് ദിസ് കറൻറ്റ് ഡസ് നോട്ട് ഒബേ വെക്റ്റർ ഓൾജിബ്ര. കറൻറ്റ് വെക്റ്റർ ഓൾജിബ്ര ഒബേ ചെയ്യില്ല, അതുകൊണ്ട് കറൻറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇനി വേറെ ഒരു മെയിൻ പോയിന്റും കൂടി ഉണ്ട്. ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോ ചെയ്യാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ടർ ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു ഹൈറ്റ് ഡിഫറൻസ് വേണ്ടേ? മലയുടെ മേലെ നിന്നാണ് വാട്ടർ ഫ്ലോ ചെയ്യുക. അപ്പോൾ ആ ഹൈറ്റ് കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു ബോട്ടിൽ വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചു, വേറെ ഒരു എംപ്റ്റി ബോട്ടിൽ, ഇത് രണ്ടും കൂടെ നിങ്ങൾ കണക്ട് ചെയ്തു ഒരു ട്യൂബ് വെച്ച് കണക്ട് ചെയ്താൽ വാട്ടർ ഫ്ലോ ചെയ്യും അല്ലേ? എത്ര വാട്ടർ ഫ്ലോ ചെയ്യും? രണ്ടിലെയും വാട്ടർ ലെവൽ ഈക്വൽ ആവുന്നത് വരെ വാട്ടർ ഫ്ലോ ചെയ്യും. ഈക്വൽ ആയി കഴിഞ്ഞാൽ വാട്ടർ ഫ്ലോ ചെയ്യോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ വാട്ടർ ഫ്ലോ അല്ലെങ്കിൽ വാട്ടർ കറന്റ് ഉണ്ടാവണമെങ്കിൽ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ എയർ ഫ്ലോ ഉണ്ടാവണമെങ്കിലോ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് എയർ ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് വിൻഡ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ എയർ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. വാട്ടർ ഫ്ലോ ഉണ്ടാവണമെങ്കിലോ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. വാട്ടർ കറന്റിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് ഡിഫറൻസ് ആണ്, ഹൈറ്റ് ആണ്. എയർ കറൻറ്റിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് ആണ്. അതുപോലെ ഇലക്ട്രിക് കറൻറ്റിൻ്റെ കേസിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതായത് ചാർജ് ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കണം. ഒരു ബോള് പോസിറ്റീവ് ചാർജാണ്, ഒരു 50 യൂണിറ്റ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ബോളിൽ ചാർജ് ഒന്നും ഇല്ല. ഇത് രണ്ടും കൂടെ നമ്മളൊരു വയർ വെച്ച് കണക്ട് ചെയ്താൽ ഹൈ പൊട്ടൻഷ്യൽ, ഇത് ഹൈ പൊട്ടൻഷ്യലാണ്, ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. അങ്ങനെ ഒരു രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഇതിലേക്ക് മാത്രമേ ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇവിടെ 50, ഇവിടെ 50 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ചാർജ് ഫ്ലോ ചെയ്യോ? ഇല്ല. രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആണ്, ചാർജ് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ വി എന്നുള്ള ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെയിൻ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. മാത്തമാറ്റിക്കലി വി ക്യാൻ റൈറ്റ് I is equal to Q/T. യൂണിറ്റ് ആംപെയർ. കറണ്ട് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. നൗ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയും? വി എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന് മെമ്മറിയിൽ ഓർത്ത് വയ്ക്കുക. നമ്മൾ കറണ്ട് എന്താണെന്ന് പറഞ്ഞു. കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കണ്ടീഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെന്ന് പറഞ്ഞു അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഈ റിലേഷൻ നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ റിലേഷൻ പറഞ്ഞു തന്നത് 1826 ജോർജ് സൈമൺ ഓം ആണ്. അദ്ദേഹം പറഞ്ഞത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് between the ends of a conductor is directly proportional to current flow. Potential difference is proportional to current flow. ഇതിന്റെ മീനിങ് എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞാൽ കറണ്ട് കുറയും. സോ വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ. ഇതാണ് ഓംസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോം. ഇനി ഇതിന് നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റി നമുക്ക് ആർ ഐ എഴുതാം. പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു ഇടുമ്പോൾ ഇവിടെ ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എഴുതാം. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ആർ. സോ വി ഈസ് ഈക്വൽ ടു ആർ ഐ എന്നുള്ളതാണ് ഓംസ് ലോന്റെ ഫണ്ടമെന്റൽ ഫോം. ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓംസ് ലോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? At constant temperature, the potential difference between the two ends of a conductor is directly proportional to current flow. അങ്ങനെ വേണം പറയാൻ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ഈസ് ഈക്വൽ ടു ആർ ഐ. ഇതാണ് ഓംസ് ലോ.
പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് അറിയാം, കറണ്ട് എന്താണെന്ന് അറിയാം. സോ വാട്ട് ഈസ് ദിസ് റെസിസ്റ്റൻസ്? ആർ ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. എന്താ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോയിനെ തടസ്സപ്പെടുത്തുന്ന ഇതാണ് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കുറേ ഉരുളൻ കല്ലുകളും പാറയും മരങ്ങളൊക്കെ ഉള്ള ഒരു ഇടവഴി കൂടെ സൈക്കിൾ ഓടിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ തടസ്സങ്ങളുണ്ട്, ഓടിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മളുടെ ആ ഒരു സൈക്കിളിൻ്റെ ഒരു ഫ്ലോയിനെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ ഉരുളൻ കല്ലുകൾ. അതുമ്പോൾ ചെന്ന് നമ്മുടെ സൈക്കിളിൻ്റെ ടയർ ഇടിക്കും. ആ കൊളീഷൻസ് പല പല നമ്മൾ പോകുമ്പോൾ ഉള്ള ആ തടസ്സങ്ങൾ, ഉരുളൻ കല്ല് മരങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വഴി കൂടെ പോകുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അത് സെയിം ടൈം സിറ്റുവേഷൻ വേറെ ഹൈവേ കൂടെ പോകാമെന്ന് വിചാരിക്കുക. ഒരു നല്ല ടാറിട്ട റോട്ടിൽ കൂടെ നിങ്ങൾ പോവാണ്, സ്പീഡിൽ സ്മൂത്തായിട്ട് പോകും അല്ലേ സൈക്കിള്. അപ്പോൾ റെസിസ്റ്റൻസ് കുറവാണ്. നമ്മുടെ ഈ ഇലക്ട്രോൺസിന് എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാവേണ്ടത്? ബേസിക് കോസ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണം എന്താ അറിയോ? നമ്മളുടെ ഒരു കണ്ടക്ടർ ഇമാജിൻ ചെയ്യുക. ഈ കണ്ടക്ടറിൽ കൂടെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും ഇല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇത് പോസിറ്റീവ് അയോൺസ്. ഈ പോസിറ്റീവ് അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് അയോൺ തട്ടി ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ പോവുള്ളൂ. അത് ഒരു സ്മൂത്തായിട്ട് എന്താ പറയുക, നമ്മൾ ഹൈവേ കൂടെ പോകുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല ഇലക്ട്രോൺസിന്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പോസിറ്റീവ് അയണമൊക്കെ തട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉരുളങ്കല്ലുള്ള വഴിയിൽ കൂടെ സൈക്കിൾ ഓടിക്കുന്നത് പോലെ തട്ടി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊളീഷനാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തെ റെസിസ്റ്റൻസിൻ്റെ കാരണം. സോ ബേസിക് കോസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഷൻ ഓഫ് ഇലക്ട്രോൺ കൊളീഷൻ ആൻഡ് ഇലക്ട്രോൺ പോസിറ്റീവ് അയോൺ കൊളീഷൻ. ഇലക്ട്രോൺസ് പരസ്പരം കൊളൈഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയണമേയും തട്ടിത്തെറിച്ച് പോകും. ആ കൊളീഷനാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ബേസിക് കോസ്. നമുക്ക് ഹൈവേ ഉള്ള പോലെ ഈ ഇലക്ട്രോൺസിന് ഹൈവേ ഒന്നും ഇല്ലല്ലോ പോകാൻ. സോ റെസിസ്റ്റൻസ്, the basic cause of resistance is collision of electrons between this positive ions. Resistance എന്താണെന്ന് നമ്മൾ പഠിച്ചു. It is the opposition for the flow of electric current. Basic cause of resistance എന്ന് പറഞ്ഞാൽ collision of electrons between the positive ions. Now what is the unit of resistance? Resistance in the unit ohm ആണ്. It is represented by this symbol ohm. Okay. Now VI ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്സ് ആക്സിസിൽ കറൻറ്റും വെച്ച് വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ്. ഒരു കണ്ടക്ടറിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇതുപോലെ കിട്ടും. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം പഠിക്കാനുള്ളത്, സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറൻറ്റ്, അതിൽ വി വൈ ആക്സിസിലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ്. ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. How can you calculate resistance from VI graph എന്ന് ചോദിച്ചാൽ slope of VI graph gives you resistance. അങ്ങനെ പഠിക്കുക. R is equal to delta V by delta I. ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ ഒരു റെസിപ്രോക്കൽ ഉണ്ട്. അതിന് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയും. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കണ്ടക്ടൻസ് ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അത്ര ഓർത്ത് വയ്ക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടക്ടൻസ് കുറയാണ്, കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് കുറയും റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ. അത്രയും മനസ്സിലാക്കുക. നമ്മളപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പഠിച്ചു, ഓംസ് ലോ പഠിച്ചു, റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് ഫാക്ടർ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയാൻ കാരണം പല മെറ്റീരിയലിനും പല എമൗണ്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ മെറ്റൽസിൽ ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ മെറ്റൽസിന് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇൻസുലേറ്റേഴ്സിനോ ഗ്ലാസ്, പേപ്പർ, അതിനൊക്കെ ഫ്രീ ഇലക്ട്രോൺസ് നെഗ്ലിജിബിൾ ആണ്, ഓൾമോസ്റ്റ് സീറോ എന്ന് പറയാം. അപ്പോൾ അതിനൊക്കെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ദ റെസിസ്റ്റൻസ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് ഓർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. സോ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് ഫ്രീ ഇലക്ട്രോൺസ്. പല മെറ്റീരിയലിലും പല
അളവിലായിരിക്കും ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. പിന്നെ സെക്കൻഡ് പോയിന്റ്, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയാൻ കാരണം എന്താ? ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂട്ടുന്ന സമയത്ത്, ലെങ്ത് കൂടുമ്പോൾ, ഒരു ചെറിയ കണ്ടക്ടറും ഒരു വലിയ കണ്ടക്ടറും ഇമാജിൻ ചെയ്യാം. ലെങ്ത് കൂടുമ്പോൾ ഈ ഇലക്ട്രോൺസിന് കുറേ ദൂരം ട്രാവൽ ചെയ്യണം, കൊളൈഡ് ചെയ്ത് അല്ലേ? പോസിറ്റീവ് അയൺസുമായിട്ടുള്ള കൊളീഷൻ കൂടുതലായിരിക്കും. ഈ ലെങ്ത് കൂടുന്തോറും ഈ ഇലക്ട്രോൺസിന് പോസിറ്റീവ് അയൺസുമായിട്ടുള്ള കൊളീഷൻ കൂടുതലാണ്, കാരണം കുറേ ദൂരമുണ്ട്. ഷോർട്ട് ആണെങ്കിലോ പോസിറ്റീവ് അയൺസുമായിട്ടുള്ള കൊളീഷൻ കുറവായിരിക്കും. So when the length increases, collision of electrons increases, so resistance increases. Important ആണ്. When length of the conductor increases, resistance increases. So we can write R. Resistance is proportional to length of the conductor. Resistance is proportional to length of the conductor എന്ന് നമുക്ക് എഴുതാം. സെക്കൻഡ് പോയിന്റ് ആണ് resistance is proportional to length of the conductor. Okay, so R is proportional to L. R is proportional to L എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? റെസിസ്റ്റൻസ് ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. R is proportional to L. ഇനീഷ്യലി ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കാം. അപ്പോഴത്തെ റെസിസ്റ്റൻസ് R ആയിരുന്നു. ഇത് ഒരു 2 സെൻറ്റിമീറ്റർ ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് 6 ആയിരുന്നു. അപ്പോൾ നിങ്ങളിത് 2ന് വരെ 4 ആക്കണം. അപ്പോൾ ലെങ്ത് 2L ആക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 2R ആവും. ഓക്കെ, ഒരേപോലെ കൂടും. ലെങ്ത് ഒരു 4L ആക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 4R ആവും. ലെങ്ത് ഒരു 5 ടൈംസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസും 5 ടൈംസ് ഇൻക്രീസ് ചെയ്യും. സോ ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്, ഓർ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ്, തിക്നെസ് ഓർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തിക്നെസ്, ഒരു കണ്ടക്ടറിന്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നു എന്നല്ലേ അർത്ഥം? ശ്രദ്ധിക്കുക, ഒരു കണ്ടക്ടർ, ഒരു നാരോ ആയിട്ടുള്ള കണ്ടക്ടർ, ചെറിയൊരു കണ്ടക്ടർ, ഇനി ഒരു തിക്കായിട്ടുള്ള കണ്ടക്ടർ, കനം കൂടിയ ഒരു കമ്പിയും കനം കുറഞ്ഞ ഒരു കമ്പിയും, അങ്ങനെ വിചാരിക്കുക. ഒരു ചെമ്പ് കമ്പി, ഒരു കോപ്പർ വയർ, കനം കുറഞ്ഞത്, തിന്നായിട്ടുള്ളത്, കനം കൂടിയത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏതാ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ കുറവാണല്ലേ? ഇതിൻ്റെ ഏരിയ കുറവാണ്, പക്ഷെ ഇതിൻ്റെ ഏരിയ കൂടുതലാണ്. അപ്പോൾ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നു. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നു എന്നാണ് അർത്ഥം. ഇത് എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുക? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുകയോ കുറയുമോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുകയോ കുറയുമോ? നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഡോർ ഇമാജിൻ ചെയ്യുക. ഒരു നാരോ ഡോറാണെന്ന് വിചാരിക്കുക. ബെല്ലടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സിന് പുറത്തേക്ക് പോകില്ലേ? അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു നാരോ ഡോറാണെങ്കിൽ എത്ര കുട്ടികൾക്ക് ആ ഡോർ ക്രോസ് ചെയ്യാൻ പറ്റും? ഒരു സെക്കൻഡിൽ മേ ബി 2 or 3. ആ നാരോ ഡോറിന് പകരം വലിയൊരു വീതിയുള്ള, നല്ല വീതിയുള്ള ഡോറ്, അതായത് ആ ഡോറിൻ്റെ ഏരിയ കൂട്ടി. അപ്പോൾ ഒരു സെക്കൻഡിൽ കുറച്ചധികം കുട്ടികൾക്ക് പുറത്തേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഈ കണ്ടക്ടറിൽ കൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ തിക്കായിട്ടുള്ള കണ്ടക്ടറിൽ കൂടെ എന്താ ഈസി ആയിട്ട് ചാർജസിന് കിടക്കാം. തിക്കായിട്ടുള്ള കണ്ടക്ടറിൽ കൂടെ ഇങ്ങനെ കൺജക്ഷൻ ഇല്ലാണ്ട് ഈസി ആയിട്ട് ചാർജസിന് ഫ്ലോ ചെയ്യാം. അപ്പോൾ തിക്നെസ് കൂടിയാൽ കറണ്ട് ഫ്ലോ ചെയ്യും, കൂടുതലാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ക്ലിയർ ആയില്ലേ? തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. തിക്നെസ് കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. സോ വി ക്യാൻ റൈറ്റ് മാത്തമാറ്റിക്കലി റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A. റെസിസ്റ്റൻസ് കൂടിയാൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയണം. അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് എഴുതാം. R ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. R ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് R ഈസ് പ്രൊപ്പോർഷണൽ ടു L എന്നുള്ളതും R ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A എന്നുള്ളതും. ഇനി ഫോർത്ത് ഫാക്ടർ, നാലാമത്തെ ഫാക്ടർ, റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന നാലാമത്തെ ഫാക്ടർ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് ഹീറ്റ് എനർജി കിട്ടുമ്പോൾ ഈ ഇലക്ട്രോൺസിന് എന്താ സംഭവിക്കുക? ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ് അല്ലേ? ഈ ഇലക്ട്രോൺസ് ഈ ഹീറ്റ് എനർജിയൊക്കെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി അങ്ങോട്ട് കൂടും. കൈനറ്റിക് എനർജി കൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ കൊളീഷൻ കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് കൂടും. ടെമ്പറേച്ചർ കുറയല്ല, കാരണം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസും കൂടും. കാരണം എന്താ? കൊളീഷൻ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊളീഷൻ ഇൻക്രീസ് ചെയ്യും. കൊളീഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ, സെക്കൻഡ് വൺ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, തേർഡ് വൺ തിക്നെസ് ഓർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, ഫോർത്ത് വൺ ടെമ്പറേച്ചർ. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിലെ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയാൻ കാരണം എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഫ്രീ ഇലക്ട്രോൺസ് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ R ഈസ് പ്രൊപ്പോർഷണൽ ടു L ആണ്. തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൊളീഷൻ കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ 4 ഫാക്ടേഴ്സ് മനസ്സിലായല്ലോ? നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളിൽ when length increases, resistance increases. When area of cross section increases, resistance decreases. അതിന് മാത്തമാറ്റിക്കലി നമുക്ക് R is proportional to L എന്ന് എഴുതാം. R is proportional to 1. ഇത് 1 ആണ്, L അല്ല, 1/A എന്ന് എഴുതാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? R is proportional to L/A എന്ന് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. R is proportional to L/A. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക് എന്ത് എഴുതാം? റോ ഇൻറ്റു L/A. ഈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റോ, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് പറയും. സോ R is equal to റോ ഇൻറ്റു L/A. ഈ ഒരു ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ R equal to റോ ഇൻറ്റു L/A എന്നുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ. ഈ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എന്താണ് ഈ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി? ഈ ഒരു ഇക്വേഷൻ നോക്കാം. ഇതിൽ L equal to 1 ആയെന്ന് വിചാരിക്കുക, 1 മീറ്റർ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ് L is equal to 1 മീറ്റർ ആണെന്ന് കരുതുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എന്താണ്? R equal to റോ ഇൻറ്റു 1/1, അതായത് R equal to റോ എന്ന് വരും. അപ്പോൾ ഈ റോ റെസിസ്റ്റിവിറ്റി, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടർ, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള കണ്ടക്ടറിൽ കൂടെ കണ്ടക്ടറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. അതായത് ലെങ്ത്ത് യൂണിറ്റ് ലെങ്ത് ആയിരിക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് 1 മീറ്റർ സ്ക്വയർ. അങ്ങനെയുള്ളൊരു കണ്ടക്ടറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റെസിസ്റ്റൻസിന് തന്നെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് ആണ്. എന്താണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്? ലെങ്ത്ത് യൂണിറ്റ് ആയിരിക്കണം, യൂണിറ്റ് ലെങ്ത് ആയിരിക്കണം, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അതുകൊണ്ട് അതിന് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. ലെങ്ത് 1 മീറ്റർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ SI യൂണിറ്റിലാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു കണ്ടക്ടറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ഈ റെസിസ്റ്റിവിറ്റിയുടെ ഒരു റെസിപ്രോക്കൽ ഉണ്ട്, അതാണ് കണ്ടക്ടിവിറ്റി. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി കാണാം നമുക്ക്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി അത് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ്, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി പറയുന്ന പേര് കണ്ടക്ടിവിറ്റി. നമുക്ക് സിഗ്മ എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സിഗ്മ കണ്ടോ, ഇതാണ് സിഗ്മ. കണ്ടക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ്. റെസിസ്റ്റിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ റോ.
അപ്പോൾ നമുക്ക് എഴുതാം റോ ഇസ് ഈക്വൽ ടു 1/σ. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കാം. നമ്മൾ പഠിച്ചത് സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓർമ്മയുണ്ടോ? കറണ്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചു, I is equal to Q/T. പിന്നെ ഓംസ് ലോ പഠിച്ചു. ഓംസ് ലോ എന്താ? V is equal to IR. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസിൽ 4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെറ്റീരിയൽ, ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ടെമ്പറേച്ചർ. അപ്പോൾ R is proportional to length, resistance is proportional to length, resistance is inversely proportional to area of cross section. So R is proportional to L/A എന്ന് എഴുതാം. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. R is equal to rho into L/A. ഓക്കെ, ഈ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. സിഗ്മ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ റോ ഇസ് ഈക്വൽ ടു 1/σ. ഇത്രയും കാര്യങ്ങൾ കറണ്ട് പഠിച്ചു, ഓംസ് ലോ പഠിച്ചു, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് പഠിച്ചു, റെസിസ്റ്റിവിറ്റിയും നമ്മൾ പഠിച്ചു ഇല്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് എല്ലാം യൂസ് ചെയ്ത് ഓംസ് ലോ എന്ന ഫണ്ടമെൻ്റൽ ലോ ആണ് അല്ലേ. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അപ്പോൾ അത് നോക്കണം. ഓംസ് ലോയിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിന് മുൻപായിട്ട് ഒരു ടേം കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കറണ്ട് ഡെൻസിറ്റി. എന്താ ഈ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? കറണ്ട് ഡെൻസിറ്റി ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ J. കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ. കറണ്ട് പെർ യൂണിറ്റ് ഏരിയനെയാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ J ഇസ് ഈക്വൽ ടു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ നമുക്ക് മാത്തമാറ്റിക്കലി I/A എന്ന് എഴുതാം. ഓക്കെ, J ഇസ് ഈക്വൽ ടു I/A. ഇവിടെ ഏരിയ നമുക്ക് വെക്ടർ ആയിട്ടാണ് എടുക്കുക, ഏരിയ വെക്ടർ. സോ J ഇസ് ഈക്വൽ ടു I/A. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. കറണ്ട് ഡെൻസിറ്റി J ഇസ് ഈക്വൽ ടു I/A. നമുക്ക് ഓംസ് ലോന്റെ ഡിഫറെൻറ്റ് ഫോംസ് നോക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? കറണ്ട് ഡെൻസിറ്റി J ഇസ് ഈക്വൽ ടു I/A. ഇക്വേഷൻ മറക്കരുത് കേട്ടോ. V ഇസ് ഈക്വൽ ടു IR എന്നുള്ളതാണ് ഓംസ് ലോ. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എങ്ങനെയാണ്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കറണ്ട് ഡെൻസിറ്റിയുടെയും ടേംസിൽ ഈ ഓംസ് ലോ എഴുതാൻ പറ്റും. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഒരു നെഗറ്റീവ് പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് കരുതാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിനെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു V/D. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്. നമ്മൾ ഒരു കോപ്പർ വയർ ഒരു ബാറ്ററിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ബാറ്ററിയുടെ കോപ്പർ വയറിൻ്റെ രണ്ടറ്റവും ബാറ്ററിയായിട്ട് കണക്ട് ചെയ്ത് ഒരു ബൾബ് കത്തിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ കോപ്പർ വയറിൽ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡ് അതിന് അക്രോസ് ആയിട്ട് ജനറേറ്റ് ആവുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് E ആണെന്ന് കരുതാം. ആ ഇലക്ട്രിക് ഫീൽഡ് E ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ L ആണ് എങ്കിൽ E is equal to V/L എന്ന് നമുക്ക് എഴുതാൻ പറ്റും. E is equal to V/D ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് E is equal to V/L എന്ന് എഴുതാം. L ആണ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. സോ വി ക്യാൻ റൈറ്റ് V is equal to EL. ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. V is equal to EL. ഈ V is equal to EL എന്നുള്ള ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ? V is equal to EL. ഇത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. കുറച്ചുകൂടി നീക്കി എഴുതാം. V is equal to EL. Therefore, we can write EL is equal to IR. എഴുതിക്കൂടെ? IR എന്ന് എഴുതിക്കൂടെ? EL is equal to IR. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, പിന്നെ I എന്ന് പറഞ്ഞാൽ കറണ്ട്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്. നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? R is equal to rho into L/A. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? EL is equal to I into ആറിന് പകരം റോ ഇൻറ്റു L/A എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ ഇൻറ്റു L/A. അപ്പോൾ ഈ L എന്നുള്ളത് രണ്ട് സൈഡിലും ഉണ്ട് ഇല്ലേ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എഴുതാം E is equal to I rho by A. ഇനി നമുക്ക് ഈ I/A ഗ്രൂപ്പ് ചെയ്യാം. I/A ഇൻറ്റു റോ എന്ന് എഴുതിക്കൂടെ? E is equal to I/A ഇൻറ്റു റോ. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ E is equal to
I/A ഇൻറ്റു റോ. ഈ I/A എന്ന് പറഞ്ഞാൽ എന്താണ്? I/A J ആണ്, കറണ്ട് ഡെൻസിറ്റി ആണ്. സോ വി ക്യാൻ റൈറ്റ് E ഈസ് ഈക്വൽ ടു J റോ. ഇലക്ട്രിക് ഫീൽഡും കറണ്ട് ഡെൻസിറ്റിയും ഇത് റോയാണ്. സോ E ഈസ് ഈക്വൽ ടു J ഇൻറ്റു റോ. ഇത് ഓംസ് ലോയിൻ്റെ വേറൊരു ഫോമാണ്. V ഈസ് ഈക്വൽ ടു IR എന്നുള്ളതിൽ നിന്നാണ് നമ്മളിത് ഡിറൈവ് ചെയ്തെടുത്തത് അല്ലേ. ദിസ് ഈസ് അനദർ ഫോം ഓഫ് ഓംസ് ലോ. E ഈസ് ഈക്വൽ ടു J റോ. ഈ റോയിന് നമുക്ക് 1/σ എന്ന് എഴുതാം. ഇത് റെസിസ്റ്റിവിറ്റിയാണ് റോ. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ E ഈസ് ഈക്വൽ ടു J ഇൻറ്റു 1/σ. ഇത് കണ്ടക്ടിവിറ്റി കേട്ടോ. സിഗ്മ കണ്ടക്ടിവിറ്റി, ഇത് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി നമുക്ക് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ സിഗ്മ E ഇസ് ഈക്വൽ ടു J. അപ്പോൾ J ഇസ് ഈക്വൽ ടു സിഗ്മ E എന്നും നമുക്ക്. അപ്പോൾ ഓംസ് ലോ V ഈസ് ഈക്വൽ ടു IR എന്നുള്ളത് മാത്രമല്ല, V ഈസ് ഈക്വൽ ടു IR അതൊരു ഫോം. ഇതെങ്ങനെയാണെങ്കിലും നമുക്ക് മാറ്റി എഴുതാം. E ഈസ് ഈക്വൽ ടു J ഇൻറ്റു റോ, അല്ലെങ്കിൽ J ഈസ് ഈക്വൽ ടു സിഗ്മ E. ഈ മൂന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓംസ് ലോയെ തന്നെയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓംസ് ലോ പഠിച്ചല്ലോ. ഈ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. നമുക്ക് ന്യൂമറിക്കൽസിലൊക്കെ ആവശ്യമുള്ള ഇക്വേഷൻസ് ആണ്. ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്നുള്ള ഇക്വേഷനാണ്. അതുപോലെ V ഈസ് ഈക്വൽ ടു IR. ഓംസ് ലോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ കോൺസെപ്റ്റ്സ് എല്ലാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. ഇതിൽ കീ പോയിന്റ്സ് ഇലക്ട്രിക്കൽ എനർജി എന്താണ് നമ്മൾ പഠിക്കും, പവർ എന്താണെന്ന് പഠിക്കും, പിന്നെ റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. ഈ 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മളൊരു ബാറ്ററി ഒരു കോപ്പർ വയർ ഇട്ട് കണക്ട് ചെയ്തു. എന്താ സംഭവിക്കുക? കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും അല്ലേ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. പക്ഷേ അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പുഷ് ചെയ്യണമെങ്കിൽ എനർജി വേണ്ടേ? എനർജി സ്പെൻഡ് ചെയ്യണ്ടേ? ഈ ബാറ്ററി കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ഒരു ഇഷ്ടിക വേറൊരു സ്ഥലത്തേക്ക് എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യണം. അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ മസ്കുലർ എനർജി മെക്കാനിക്കൽ എനർജി ആവണു, പിന്നെ ആ മെക്കാനിക്കൽ എനർജി വർക്ക് ഡൺ ആവണു. അതുപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബാറ്ററിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവണു. ആ ഇലക്ട്രിക്കൽ എനർജിയാണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ ഇലക്ട്രോൺസിനെ ഇങ്ങനെ പുഷ് ചെയ്യണത്. ഓക്കെ, so the amount of electrical energy supplied by the battery or source, ഇവിടെ ബാറ്ററിയാണ്, or source is equal to W, that is equal to Q into V. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. W is equal to QV. അതായത് ഈ ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ് വർക്കായിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ സോഴ്സ് ഇസ് സെയിം ആസ് ദ വർക്ക് ഡൺ ബൈ ദ സോഴ്സ്. സോ W is equal to QV. ഈ ക്യൂവിനെ നമുക്കറിയാം, I is equal to Q/T എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ Q is equal to എന്താ വരിക? Q is equal to I into T. ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q is equal to I into T into V, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ W is equal to VIT. So the amount of electrical energy supplied by the source, W is equal to VIT. എന്താ W യൂസ് ചെയ്യുന്നത് വെച്ചാൽ E യൂസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ ആയിട്ട് കൺഫ്യൂഷൻ വരും. W യൂസ് ചെയ്യുക. W is equal to VIT. ഈ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി. W is equal to VIT എന്നുള്ള ഇക്വേഷനെ നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് വേറെ ഫോമിൽ എഴുതാം. ഈ V is equal to IR കണ്ടോ? V is equal to IR. ഈ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിക്ക് പകരം IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ IR ഇൻറ്റു IT, അപ്പോൾ I²RT വരും. എഗെയിൻ ഇപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് I വേണ്ടാന്നുണ്ടെങ്കിൽ I is equal to V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ I is equal to V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ W is equal to V²/RT. SI യൂണിറ്റ് ജൂളാണ്. നമുക്കറിയാം വർക്കിൻ്റെയും എനർജിയുടെയും SI യൂണിറ്റ് സെയിം തന്നെയാണ്, ജൂളാണ്. സോ വാട്ട് ഈസ് ദ expression for electrical energy? The amount of electrical energy supplied by the battery or source is equal to VIT. W is equal to VIT. ഇതെങ്ങനെയാണ് എനർജി സപ്ലൈഡ് ബൈ ദ സോഴ്സ്? മനസ്സിലായല്ലോ അല്ലേ? ഇലക്ട്രോൺസിലേക്ക് പുഷ് ചെയ്യാൻ എനർജി വേണ്ടേ? അപ്പോൾ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അത് അഗെയിൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ആവും. അതായത് മെക്കാനിക്കൽ വർക്കായിട്ട് മാറും. അപ്പോൾ W is equal to QV, W is equal to VIT. ഇനി അതർ ഫോംസ് W is equal to I²RT, W is equal to V²/RT. ഈ ഇക്വേഷൻ നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാൻ ആവശ്യമുണ്ടാവും. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഇനി നെക്സ്റ്റ് പവർ. പവർ എന്താ?
പവർ നമുക്ക് എല്ലാവർക്കും അറിയാം. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. അപ്പോൾ W/T എന്ന് നമുക്ക് എഴുതാം പവർ. W നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, VAT ബൈ ടി VI. സോ പവർ ഇസ് ഈക്വൽ ടു VI. പവർ ഇസ് ഈക്വൽ ടു V²/R എന്നും നമുക്ക് എഴുതാം. ഇവിടുന്ന് V²/R W/T, അപ്പോൾ V²/R T/T വരും പവർ. ഓക്കെ, പവറിൻ്റെ ഇക്വേഷൻ പവർ ഇസ് ഈക്വൽ ടു VI, പവർ ഇസ് ഈക്വൽ ടു V²/R. പിന്നെ നമുക്ക് പവർ ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് വീണ്ടും പവർ എഴുതാം. പവർ W/T ചെയ്താൽ I²R കിട്ടും. അത് ന്യൂമറിക്കൽസിൽ ഏതാണ് ചോദിക്കണമെന്ന് വെച്ചാൽ അതുപോലെ ഫോർമുല യൂസ് ചെയ്യുക. പിന്നെ പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. പവറിൻ്റെ SI യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ഇനി പവർ എന്താണെന്ന് മനസ്സിലായല്ലോ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. പവറിൻ്റെ ഇക്വേഷനാണിത്, SI യൂണിറ്റ് വാട്ട്. ഇനി തേർഡ്, റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. നമുക്കറിയാം പവർ ഇസ് ഈക്വൽ ടു W/T. നമുക്ക് W ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഈ W ഇവിടെ നമ്മൾ പവർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ് പറഞ്ഞത് അല്ലേ, പവറിനെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഇവിടെ എനർജിയാണിത്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഡബ്ല്യൂവിനെ എങ്ങനെ എനർജി ആയിട്ട് എഴുതുന്നത്? അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഈ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ആ ഇലക്ട്രിക്കൽ എനർജി അഗെയിൻ വർക്കായിട്ട് കൺവേർട്ട് ആയിട്ടാണ് വർക്കാവുക. അതായത് മെക്കാനിക്കൽ എനർജി ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മെക്കാനിക്കൽ എനർജി എന്നല്ലേ പറയാം. കൈനറ്റിക് എനർജി കൂടും ഇലക്ട്രോൺസിൻ്റെ, അതങ്ങനെ മൂവ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ വർക്ക് തന്നെയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞത് ഇഷ്ടികയുടെ കേസ്. നിങ്ങൾ ഇഷ്ടിക എടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങളുടെ മസ്കുലർ എനർജി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടുമല്ലേ, മസ്കുലർ എനർജി. ആ മസ്കുലർ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അങ്ങനെയാണ് നിങ്ങൾ ആ എനർജി പിന്നെ വർക്കായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ഇഷ്ടിക ഒരു സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇവിടെ കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജിയോ പിന്നെ വർക്കാവും. അപ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ W ഇസ് ഈക്വൽ ടു എനർജി എന്ന് എഴുതിയത് ഇവിടെ. ഇപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ്, W ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈമിൽ വർക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു എനർജി ആൻഡ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു വർക്ക് എന്ന് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ W നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പോൾ ഇക്വേഷൻസ് ഒന്നും കൂടെ പറയാം. W ഇസ് ഈക്വൽ ടു VAT, പിന്നെ അതിൻ്റെ 3 ഫോം. പിന്നെ പവർ ഇസ് ഈക്വൽ ടു VA, V²/R, യൂണിറ്റ് പവറിൻ്റെ വാട്ട്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.